ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബല് തരും. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാവിലെ നടത്തിയ പ്രസംഗമാണ്. ഈ ഗോത്ര വിഭാഗത്തിന്റെ അധികാരത്തിന്റെ പവർ അത് ഉന്നത ജാതിക്കാർക്ക് നൽകണമെന്നും തനിക്ക് അത്തരത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമായി. ഗോത്ര സമൂഹത്തിന് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത് ഗോത്ര സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള ആയിരിക്കണമെന്നുള്ളതും ഉന്നത ജാതിക്കാർ അത് ഏറ്റെടുക്കുന്നത് ജനാധിപത്യ രീതിക്കും ഭരണഘടനയ്ക്കും വിപരീതമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള വിമർശനം കടുത്തതോടുകൂടി സുരേഷ് ഗോപി രാവിലെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് വൈകുന്നേരം മാറ്റി പറയുകയുണ്ടായി. സുരേഷ് ഗോപി മാറ്റി പറഞ്ഞ ആ വാക്കുകൾ കൂടി ഒന്ന് കാണാം. ഒരു ഉന്നത ജാതിയിൽപ്പെട്ടയാൾ ആദിവാസികളുടെ കാര്യം നോക്കാൻ വരണം. തൊട്ട് പിറകെ പറഞ്ഞു, മുന്നോക്ക ജാതികളുടെ പ്രശ്നം നോക്കാനായി ഒരു പിന്നോക്ക ജാതിക്കാരനെയും കൊണ്ടുവന്നിരുത്തണം. ഈ ഒരു വേർതിരിവ് നമ്മൾ മാറ്റണം, സംവിധാനത്തിൽ മാറ്റം വരണമെന്നാണ് പറഞ്ഞത്. നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും മികച്ചതാണ്, ആരും മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞത് എടുത്തിട്ടിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുക. ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. ഇങ്ങനെ തന്നെ തൊട്ടു. രാഷ്ട്രീയത്തില് ഒരംശമായ എനിക്ക് ഒരു വിഭാഗത്തിന് വേണ്ടി ഒരു കരുതൽ ഉണ്ടാവുമെങ്കിൽ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു, ഉറക്കെ പ്രഖ്യാപിക്കുന്നു, അത് ഗോത്രവർഗത്തിന് വേണ്ടി തന്നെയായിരിക്കും. ഏതായാലും സുരേഷ് ഗോപിയുടെ ഈ വാവിട്ട വാക്കുകൾ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നേരത്തെ ഈ ജാതീയപരമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റും വലിയ രീതിയിൽ വിവാദമായിരുന്നു. അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്നതടക്കമുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്ന് സുരേഷ് ഗോപി മറ്റൊരു തരത്തിലുള്ള വിവാദ പരാമർശം നടത്തുകയും വൈകുന്നേരം അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞ് ആ വാക്ക് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.